ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിഡ്സ് റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിഡ്സ് റൂം വീഡിയോ വേഗം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കിഡ്സ് റൂം ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്തിരി വലിയ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു മേക്ക് ഓവർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ റൂം ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ആൻഡ് റെഡ് തീമിൽ. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളതും അങ്ങനെ ഫണ്ണായിട്ടുള്ള റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇസൈനും റോസിൻ്റെ റൂം ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഒതുക്കുമ്പോൾ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നാതിരുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല രീതിക്ക് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ അധികം വലിച്ചു വാരിടരുത്, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും അവർ റൂം ഇങ്ങനെ ഒതുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും, ഒതുക്കിക്കൊള്ളോട്ടെ, വൃത്തിയാക്കി വെച്ചോളൂന്ന്. അപ്പോൾ ഡെയിലി അവർ ശ്രദ്ധിക്കുന്നതോട് തന്നെ ഈ പ്രാവശ്യം എനിക്ക് വളരെ എളുപ്പത്തിൽ ഒരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പറ്റി. സാധാരണ എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ഒതുക്കാൻ വരുമ്പോൾ കുറേയൊക്കെ ഒതുക്കാനുണ്ടായിരിക്കും, അപ്പോൾ എനിക്ക് തന്നെ മടുപ്പ് തോന്നും. പക്ഷേ ഈ പ്രാവശ്യം അവരൊന്ന് ശ്രദ്ധിക്കാൻ നല്ല രീതിക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കുമെന്ന് മനസ്സിലായി. അതാണല്ലോ അവർ രണ്ടുപേരും കൂടി അതിങ്ങനെ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ ഡോളുകളുടെ ഒരു വീട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ ക്രിസ്മസ് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. ഞാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡോളുകളുടെ വീടിനൊക്കെ ക്രിസ്മസ് മേക്ക് ഓവറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് പിന്നെ സുകുട്ടി ഉണ്ടാക്കിയത് അടുത്ത അലമാര അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് പപ്പയും മമ്മിയാണ് ഇരിക്കുന്നത് ബെഡ്മേ, റെഡ് കളർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട്. പിന്നെ ഇതേ കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവരുടെ ഡോളൊക്കെ കുട്ടികളുടെ റൂം ഇത്തിരി വൃത്തികേടായിട്ട് കിടക്കണ പോലെ തോന്നണേ, പക്ഷേ അമ്മയുടെ പപ്പയുടെ റൂം നല്ല നീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് റെഡ് കളറിലാണ് എപ്പോഴും ക്രിസ്മസ് മേക്ക് ഓവർ ചെയ്യാറ്. ഈ പ്രാവശ്യം ഞാൻ ബ്ലൂ കളറും കുറച്ച് റെഡൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു മേക്ക് ഓവറാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്ലൂ കേർട്ടൻസ് ഉണ്ടായിരുന്നു. ഡാർക്ക് ബ്ലൂ കേർട്ടൻ എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡഡ് ആയിട്ടൊരു കേർട്ടനാണ്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിന്നെ നന്നായിട്ട് ഡാർക്ക് അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ബെഡ്ഷീറ്റ് ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വരണേ ക്രിസ്മസ് ബെഡ്ഷീറ്റ് വന്നിട്ടുള്ളത്, സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ്. വാൾ ഹാങ്ങിങ്ങോ കേർട്ടൻമേ ഹാങ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്രിസ്മസ് നമുക്ക് ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പഴയ CD ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. CD ഇല്ലയെന്നുണ്ടെങ്കിലും പേപ്പർ നമുക്ക് റൗണ്ടിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ വരച്ചിട്ട് ഹാങ് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡെക്കോറൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. എനിക്കും കുറേ സമയമൊന്നുമില്ല ഇതിങ്ങനെ പിടിച്ചിരുന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അത് ചെയ്തതെന്ന് ജസ്റ്റ് ക്വിക്കായിട്ടത് പറഞ്ഞ ശേഷം നമ്മുടെ മേക്ക് ഓവറിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നന്നായി. അപ്പോൾ നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പഴയ കേടായ CDകൾ ഉണ്ടായിരുന്നു, അതുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് സാൻഡയുടെ ഡിസൈനിലുള്ള ഡെക്കോർ നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് പീച്ച് കളറോ ലൈറ്റ് യെല്ലോ കളറോ നമുക്ക് മുഖം ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു റിബൺ ഈ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചരടോ ഇങ്ങനെ കോർത്തെടുക്കുക. നമുക്കത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അത് കോർത്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പേപ്പർ ഒട്ടിക്കുന്ന ഗ്ലൂ ഉപയോഗിച്ചിട്ട് CDയിലേക്ക് ഈ പേപ്പറിനെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ആയിട്ടുള്ള പേപ്പറോ ഫോം ഷീറ്റോ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ക്രിസ്മസ് പപ്പയ്ക്ക് ഒരു റെഡ് കളർ തൊപ്പീൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ CDയുടെ അളവ് വെച്ചിട്ട് ഒരു തൊപ്പിയുടെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ശേഷം അത് നേരത്തെ കാണിച്ച CDയിലേക്ക് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ പഞ്ഞി ഉണ്ടായിരുന്നു, കോട്ടൺ, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു CD ക്രാഫ്റ്റിന് മാത്രമാണ് ഞാനിങ്ങനെ കോട്ടൺ ഉപയോഗിക്കണേ. അത് കാരണം കുറച്ചും കൂടി ഒരു ഭംഗി എനിക്കതാണ് തോന്നിയത്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടിയും അതൊക്കെ നമുക്ക് വെക്കാം. ഇനി അതില്ലെങ്കിൽ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. നമ്മൾ കണ്ണുകൾ നമുക്ക് വരച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ 3D പോലത്തെ കണ്ണുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കുഞ്ഞു കണ്ണുകൾ പ്ലാസ്റ്റിക്കിൻ്റെ, അതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഐബ്രോസും അതുപോലെ തന്നെ മീശയും ഒക്കെ നമുക്ക് വൈറ്റ് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ഇത്തിരി കൂടി ഫിനിഷിങ് തോന്നും വരയ്ക്കുന്നതിലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിക്കുന്നത്. വളരെ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. ഇത് ക്രിസ്മസ് ട്രീമൊക്കെ ഹാങ് ചെയ്യാനൊക്കെ, വലിയ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെറിയ ട്രീമയാണെങ്കിൽ ചെറുതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്മസ് തൊപ്പിയുമേയും കൂടി ഒരു സ്വീറ്റ് പീസ് കോട്ടൺ ഒട്ടിച്ചു കൊടുത്തു. ഇനി ബാക്കിയുള്ള CDയും അല്ലാത്തതും ഞാൻ പല പല കളേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ക്രിസ്മസ് ഡിസൈൻസ് നമുക്കിതുമേ വരച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഇതേപോലത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ മുൻപും
കിഡ്സ് റൂം മേക്ക് ഓവറിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ഇഷ്ടം പോലെ ഇതുപോലത്തെ ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാത്തിലും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 5 CD-കളിലും കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇസയുടെയും റോസുവിൻ്റെ ഒരു പിക്ചർ കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റഡി ഏരിയയുടെ സൈഡിൽ അത് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ ഉണ്ടാക്കി വെച്ച ഇങ്ങനത്തെ ഹാങ്ങിങ് ഐറ്റംസ് എല്ലാം തന്നെ ഇതുമേ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കപ്പോൾ ഞാൻ കുറേ ക്രിസ്മസ് ക്രാഫ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എനിക്കിത് മുഴുവൻ ഇവിടെ ഹാങ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ല. കൊച്ചു റൂമാണ്. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെയും കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കി എല്ലാം ഇതുപോലെയൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് കുറേ ഓവറായ പോലെ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമിൽ ആവശ്യമുള്ള രീതിയിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ കുറേ ഐറ്റംസും ഇരിക്കുന്നത് കൊണ്ടാണ് പിന്നെയും കുറേ ഉണ്ടാക്കാത്തത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം കേർട്ടൻസുമേ ഹാങ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഏറ്റവും സൂപ്പറായിട്ടുള്ളതും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, ബെഡ്ഷീറ്റ്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. നമ്മൾ ബ്ലൂമേ ഒരു ഭംഗിയുള്ള ക്രിസ്മസ് പപ്പയുടെ പിക്ചറുള്ള ബെഡ്ഷീറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കേർട്ടൻസ് വിരിച്ചത്. പിന്നെ നമ്മുടെ റൂമിൻ്റെ കളറും ബ്ലൂ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ തീം എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഷീറ്റാണ്, നല്ല ബ്രൈറ്റ് കളേഴ്സാണ്, നല്ല വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പടമുണ്ട്. ഇതേപോലത്തെ തന്നെ റെഡ് കളർ നമ്മുടെ കയ്യിലുണ്ട്. ഇതുമത്തെ പിക്ചർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുമത്തെ ക്രിസ്മസ് പപ്പിയും പിന്നെ ക്രിസ്മസ് ട്രീ, സ്നോമാൻ അങ്ങനെയൊക്കെ ആയിട്ട് അത് റെഡ് ആൻഡ് വൈറ്റ് കളറായിരുന്നു അതിൻ്റെ കളറ്. ഞാൻ കുറേ നാളായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എപ്പോഴും അത് തന്നെയല്ലേ വിരിക്കുന്നത്. അപ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വെൽവെറ്റ് പോലത്തെ മെറ്റീരിയലാട്ടോ, പ്യുവർ കോട്ടൺ ഒന്നല്ല. പക്ഷേ ഒരു കേടും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചൂടെടുക്കുക അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റാണ്. കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് താല്പര്യമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഈ ക്രിസ്മസ് സമയത്തേക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രിൻറ്റ് കളർ ഇങ്ങനെ മങ്ങിപ്പോയി അങ്ങനത്തെ ഒരു കാര്യമില്ല. എൻ്റെ കയ്യിലുള്ള ഇതേപോലത്തെ തന്നെ വൈറ്റ് ആൻഡ് റെഡ് ഇപ്പോഴും ഒരു കേടുകൂടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ടേബിളാണ് ഒരുക്കാനായിട്ട് പോണത്. ഇസയുടെ സ്റ്റഡി ടേബിളാണിത്. അപ്പോൾ നമ്മളിത് കാർഡ്ബോർഡ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു അലമാര പോലെ ഉണ്ട്. അതിലെന്തെങ്കിലും കുഞ്ഞു സാധനങ്ങളൊക്കെ ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സ്റ്റഡി ടേബിളും വയ്ക്കുന്ന ക്രിസ്മസ് തീമിലുള്ള ആ സ്റ്റേഷനറി ഓർഗനൈസറും അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ നമ്മൾ ഡിസംബർ 1-ാം തീയതി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെയും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന രീതിയിൽ എളുപ്പത്തിൽ കുറച്ച് സ്റ്റേഷനറി ഓർഗനൈസേഴ്സ് ഉണ്ടാക്കി ടേബിളുമ്പോൾ വെച്ചാലും ക്രിസ്മസ് ഒരു തീം നമ്മുടെ റൂമിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഞാനതിൽ കുറച്ച് സ്റ്റേഷനറിയൊക്കെ വെക്കാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇതുപോലെ കുഞ്ഞൊരു നോട്ട് പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒരു ക്രിസ്മസ് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാറില്ലേ, എനിക്ക് പൊതുവേ ഇങ്ങനെയൊക്കെ റൂം ഇങ്ങനെയൊക്കെ ഒരുക്കി വെക്കാനും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ക്യൂട്ടായിട്ടുള്ളതാണ് ഇഷ്ടം. കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസും അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാർട്ടൂൺ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് വരുമ്പോഴും ലാസ്റ്റ് അത് കണ്ടാൽ എനിക്ക് തന്നെ തോന്നും കൊച്ചു കുട്ടികളുടെ സ്റ്റൈലായി പോയോ എന്ന് എനിക്ക് തോന്നും. പക്ഷേ എന്തോ മനസ്സിലാ കുഞ്ഞു കുട്ടിയുള്ളത് കൊണ്ടാവാം അങ്ങനെ എപ്പോഴും ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നും അയ്യോ കുഞ്ഞു പിള്ളേരുടെ റൂം പോലെ ആയോ എൻ്റെ റൂം എന്നൊരു ഫീൽ എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മുടെ സ്റ്റഡി ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു അലമാരി ഉണ്ട് ഇവിടെ സൈഡിൽ. അതുമ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പടമുള്ളൊരു ഇതുപോലത്തെ ടവലുണ്ടായിരുന്നു, അത് വിരിച്ചു കൊടുക്കുകയാണ്. ചിലർ ചോദിച്ചിരുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ടവലൊന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഏതാണോ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാത്തത് ഇപ്പോൾ നമുക്ക് കടകൾ പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ നിന്ന് വാങ്ങാനൊന്നും പറ്റണമെന്നില്ല. പിന്നെ അതൊക്കെ കുറേ മുൻപ് വാങ്ങിയിട്ടുള്ളതാണ്, ഇപ്പോൾ കിട്ടാനും ചാൻസ് ഇല്ല. പിന്നെ അതേ ഈ ഒരു ക്രിസ്മസ് സോക്സ് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാനാണ് നമ്മളതങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പ വന്ന് ഇതിൽ ഗിഫ്റ്റ് വെക്കുന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഈ ഒരു സോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റോസുവിൻ്റെ ടേബിൾ ഇവിടെയാണ് ഈ സൈഡിൽ. അതുപോലെ ഒരു ബ്ലൂ ഷീറ്റ് ഞാൻ വിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് ഒരു വൈറ്റ് ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
കുറേ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒല്ലെടുത്ത് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും റൂമിൽ വെക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഇസാഡയും റോസിൻ്റെ റൂമിലാണ് വെക്കുന്നത്. കാരണം ഓൾറെഡി എൻ്റെ റൂമിലേക്ക് ഞാനൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ വേണ്ട. അപ്പോൾ അത് കാരണം ഈ ട്രീ ആണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റേഷനറി ഓർഗനൈസേഴ്സും ടേബിളും വയ്ക്കുന്നുണ്ട്. റോസിൻ്റെ ശരിക്കും കുറച്ച് കുഞ്ഞ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഐറ്റംസ് ഇത്തിരി കൂടി പോയി എന്നൊരു സംശയമുണ്ട്. പക്ഷേ ചിലപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വെക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അവൾ എപ്പോഴും കൂടി ഇരുന്ന് പഠിക്കാറില്ല. എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ റൂമിൽ വന്നിട്ടൊക്കെ ആവും ചിലപ്പോൾ പഠിക്കുക. ഇസയാണ് കൂടുതലും ഇവിടെ ഇരുന്ന് പഠിക്കാറുള്ളത്. അതുകൊണ്ട് ഇവളിവിടെ കൂടുതലും പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെ ഇരിക്കുക. ഒരുമിച്ച് 2 പേരെയും ഇരുത്തിയാൽ പഠിക്കാതിരിക്കുമ്പോൾ തല്ലൂട്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരെ വേറെ വേറെയാണ് ഇരുത്തി പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും റോസിൻ്റെ ടേബിൾ നല്ല കളർഫുള്ളായിട്ട് നല്ല ക്യൂട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ 2 പേരുടെയും ടേബിളൊക്കെ കാണാനായിട്ട്. ഇനി നമുക്ക് അവിടെയുള്ള ചെയറും ഒരു ചെയർ കവറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെൻ്റെ റൂമിലത്തെ ചെയറാട്ടോ. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളവിടെ കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം അവൾ യൂസ് ചെയ്തോട്ടെ. അപ്പോൾ റോസുവിൻ്റെ ചെയറുമേയും കൂടി ഈ ഒരു ക്രിസ്മസ് തൊപ്പിയുടെ ഡിസൈനുള്ള ഇതുപോലത്തെ ഈ ഒരു ചെയർ കവറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ചെയർ കവർ എല്ലാ ചെയറിനും പാകാവാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നോർമൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകൾക്ക് ഓക്കെയാണ്. ഈ വൈറ്റ് ചെയറിന് ഓക്കെയാണ്. ചില പ്ലാസ്റ്റിക് കസാരകളിൽ നിന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റഡി ഏരിയയും കംപ്ലീറ്റായി. ഓവറോൾ നമ്മുടെ റൂമിൻ്റെ ലുക്ക് നമുക്കൊന്ന് കാണാം. നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. സാധാരണ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു ബ്ലൂ കളറാണ് നമ്മൾ എടുത്തത്. പക്ഷേ എനിക്കത് നന്നായിട്ട് തോന്നി. എപ്പോഴും കാണുന്ന വൈറ്റ് ആൻഡ് റെഡിൽ നിന്നൊരു വ്യത്യാസമാക്കിയത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ആ റൂമിനോടും അത് മാച്ചിങ് ആയി. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. നോക്കിയടി റൂമിലേക്ക് ആയോ? സർപ്രൈസ് ഉണ്ട്. സൂപ്പർ. എന്നിട്ടായിട്ട് ഇഷ്ടപ്പെട്ടെ? ക്രിസ്മസ് അപ്പം വന്നു. ആ കുട്ടീനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.